സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മലയാറ്റൂരാണ്. മലയാറ്റൂർ ഇത്ര നാളുകൾ ഞങ്ങൾ പിന്നെ ഇവനെ എന്തെങ്കിലും നക്ഷത്രം കൊണ്ട് വന്നതെന്ന് ആരും ആലോചിക്കണ്ട. നമ്മൾ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ. നക്ഷത്ര തടാകം എന്നാണ് എനിക്ക് പേര്. നക്ഷത്ര തടാകം സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെയാണ്. പിന്നെ തൊട്ട് 5 ദിവസത്തേക്കാണ്. ഈ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും ഒരു ഭജന വെച്ചിട്ടുണ്ട്. നമ്മൾ ന്യൂ ഇയർ ഫോട്ടോ വെക്കുന്ന പോലെ തന്നെ ഇതും അവിടെ 1-ാം തീയതി കത്തിക്കുന്നതാണ്. കറക്റ്റ് 10 മണി. നമുക്ക് നേരെ ഇതിൻ്റെ അകത്ത് വിശേഷങ്ങളിലേക്ക്. അപ്പോൾ ഇതാണ് നക്ഷത്ര തടാകത്തിൻ്റെ എൻട്രി കേട്ടോ. എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നക്ഷത്ര തടാകം ഫുള്ള് കാണാൻ പറ്റുള്ളൊരു വ്യൂ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ചെറിയൊരു ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തടാകത്തിൻ്റെ നടുക്ക് 2023 എഴുതി വെച്ച്, അതുപോലെ തടാകത്തിൻ്റെ നടുക്ക് ഇരിക്കുന്ന സ്റ്റാർ വലിയ സ്റ്റാറാണ് കേട്ടോ. ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ചെറിയ സ്റ്റാറായിട്ടൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന സാധനം നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റില്ലെന്നാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നമ്മുടെ മുകളിലെ സ്റ്റാർ ലൈനിൻ്റെ അതേ റിഫ്ലക്ഷൻ തന്നെ നമുക്ക് വെള്ളത്തിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 ലൈൻ നക്ഷത്രമാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അതൊരു വേറെ വൈബ് ലെവൽ തന്നെയാണ്. നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നേരിട്ട് വരാൻ ട്രൈ ചെയ്യാടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ചെറിയ ഫുഡ് കോർട്ട് കേട്ടോ. ഇവിടെ ബജി ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചേച്ചിമാരൊക്കെ കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ്. ബജ്ജിയൊക്കെ കഴിച്ചു. ഇനി അകത്തെ കാഴ്ചകളാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ 5 ദിവസം ഇവിടെ ലൈവ് സ്റ്റേജ് പ്രോഗ്രാം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ ഒരു ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടാണ്. ഇനി അതിൻ്റെ പേരിൽ നമുക്കൊരു കോപ്പറേറ്റ് ഇട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് മരണക്കിണറൊന്നുമല്ല. അല്ലാതെ അപ്പോൾ ജിംബ്രുവിൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് മരണക്കിണറിൽ കയറുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും ഇതുവരെ കയറിയിട്ടൊന്നുമില്ല. എന്നാൽ പിന്നെ ഇന്ന് അവൻ്റെ ആഗ്രഹം സാധിച്ചേക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇനിയിപ്പോൾ നേരെ മരണക്കിണറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിതേ മരണക്കിണറിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഇഷ്ടംപോലെ റൈഡുകളുണ്ട് കേട്ടോ. പിള്ളേർക്ക് പറ്റി ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്തിട്ട് പോകാവുന്നതാണ് കേട്ടോ. ഇതൊന്നും കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ഒരു ലൈവ് ഷോ കൂടി ഉണ്ടാവും. എല്ലാ ദിവസവും ഇവിടെ സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം നൈറ്റ് ഫുള്ള് നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം ഇവിടെ ചിലവഴിക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡോഗ് ഷോ കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം പൈസ കൊടുത്തിട്ടുള്ള പരിപാടികൾ തന്നെയാണ് കേട്ടോ ടിക്കറ്റിന്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ വരുമ്പോൾ കുറച്ച് പൈസയായിട്ട് വരിക. കാരണം ഗൂഗിൾ പേ ഒക്കെ വർക്ക് ആവുന്നത് ഭയങ്കര ശോകമായിരുന്നു. ഞാൻ എന്തായാലും ഗൂഗിൾ പേ ആയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ടൈമൊക്കെ വേസ്റ്റായി പല സ്ഥലത്തും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല. ജിംബ്രുവിനാണെങ്കിൽ ക്ഷമയും നശിച്ചു. എന്നാൽ പിന്നെ മരണക്കിണറിൽ കയറിയേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ നേരെ മരണക്കിണറിലേക്ക് കയറുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഞാനും ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോണത് കേട്ടോ. നമ്മൾ ഈ മരണക്കിണറിൻ്റെ മുകളിൽ നിന്നപ്പോഴാണ് നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ ഇത്രയും പൊക്കത്തിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഈ നക്ഷത്ര തടാകം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവൽ തന്നെയായിരുന്നു. കാരണം അത് ഫുള്ള് നക്ഷത്ര തടാകം നമുക്ക് ഇത്രയും പൊക്കത്തിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ജിംബ്രു പറഞ്ഞാൽ കേട്ടോ എനിക്ക് ഈ വ്യൂ കിട്ടിയത് തന്നെ. നക്ഷത്ര തടാകം കാണാൻ വന്നവർ എന്തായാലും മരണക്കിണറിൽ ഒരു ടിക്കറ്റ് എടുത്ത് കയറിക്കോ. നല്ല കിടുക്കം വ്യൂവും കിട്ടും മരണക്കിണറിൽ. എൻ്റെ പൊന്നി ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ മരണക്കിണർ കാണാൻ കയറിയത്. ഈ പെങ്കൊച്ച് നിൽക്കുമല്ല, അതവിടെ കിടക്കുക. മലന്ന് കഴിഞ്ഞ കാറിൻ്റെ മുകളിൽ കിടക്കുക. എങ്ങും പിടിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് മലന്ന് കിടക്കുകയാണ്. എൻ്റെ പൊന്നെ കിളി പോയി. സത്യമായിട്ടും പേടിച്ചാണ് ഞങ്ങൾ ആ മരണക്കിണർ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ തല കുത്തി കിടന്ന അഭ്യാസം. ഇതൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുകൊണ്ട് വെക്കും? ഒന്നാമത്തെ കാര്യം ഞാൻ ഫസ്റ്റ് ടൈമാണ്. അത് തന്നെയല്ല ഇവിടെ ആക്രമണവും പരാക്രമണവും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കൾക്കണ്ണിട്ട് വെക്കാനേ പറ്റുള്ളൂ. അത്രയ്ക്ക് ഡേഞ്ചറായിട്ടാണ് അവൾ ഓരോ ഇതും ചെയ്യണത് എന്നുള്ളതാണ്. എൻ്റെ പൊന്നി വണ്ടിയിൽ തൂങ്ങി കിടക്കണു. എന്തൊക്കെയാണ് അവൾ കാണിക്കണേന്ന് അവൾക്ക് തന്നെ അറിയാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. മേലെ പറയരുത് കേട്ടോ. അപ്പം ഇനി നമ്മൾ പോണതാണ് നമ്മുടെ സാന്റാക്ലോസിനെ കാണാനുണ്ടാവും. ആ വലിയ സാന്റാക്ലോസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പണി എന്തായെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്.
അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് സാന്റാക്ലോസ് ഒരു 80% പണി കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി 20% കൂടെ ഉണ്ട്. അതെന്തായാലും 31-ാം തീയതി ആകുമ്പോഴത്തേക്കും പണിയൊക്കെ തീർന്നല്ല കുട്ടപ്പനാവും കത്തിക്കാനുള്ള അല്ലേ. ഇനി ഇതൊന്നും പോരെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറേ ഗെയിംസും ഉണ്ട്. ഞാൻ എന്തായാലും ജിംബ്രൂനെ ആട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചത്. ഇനി ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് കൂടെ ഉണ്ട് കേട്ടോ. ടൂറിസം, അത് നമ്മുടെ ടൂറിസം വകുപ്പിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കുറേ കുട്ടികൾക്ക് പറ്റിയ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മേളിലും ഒരു പ്രൈവറ്റ് പാർക്ക് പോലെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ ചെറിയൊരു ആകാശൂഞ്ഞാലൊക്കെ ഉണ്ട്. ഇനി അപ്പോൾ നമ്മൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഫുള്ള് നക്ഷത്രം കേട്ടോ. നമ്മളപ്പോൾ ഒരു ടൈം ലാപ്സ് ഇട്ടിട്ട് നമ്മൾ ഫുള്ള് 3 കിലോമീറ്റർ നമ്മൾ വണ്ടി കൊണ്ട് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ എണ്ണ പറ്റുന്നവർ എണ്ണിക്കോ, താഴത്ത് കമൻറ്റ് ഇട്ടാൽ എത്ര എണ്ണം കിട്ടിയെന്ന് കേട്ടോ. പക്ഷേ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ആൾക്കാരെ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ വഴിയൊക്കെ വൺ വേ ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കടത്തി വിടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കടത്തി വിടുന്നുണ്ട്, അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ല. റോഡിലാണെങ്കിലും വലിയ തിരക്കോ വണ്ടികളോ ഒത്തിരി വണ്ടികളൊന്നും എനിക്കും ഫീൽ ചെയ്തില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പകുതി ആൾക്കാരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ 31-ാം തീയതി ആകുമ്പോഴത്തേക്ക് നിറച്ച ആൾക്കാരാവുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ നിങ്ങൾ വരുന്നവർ നേരത്തേക്കും കാലത്തേക്ക് പോരെ, കാരണം ന്യൂ ഇയറിന് എന്തായാലും കുറേ ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനോ നടക്കാനോ വണ്ടി കൊണ്ട് പോകാനോ ഒന്നും ഉള്ളൊരു ചാൻസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എന്തായാലും പപ്പാഞ്ഞനെ കത്തിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നേരത്തെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. കാര്യം അവിടെ പേ പാർക്കിംഗ് സംഭവം കുറേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതിൽ കൂടുതൽ വണ്ടികളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങൾ നടന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ബൈക്കിൽ മറ്റേ ടൈം ലാപ്സ് ഇട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ അതായത് ഒരു 3-4 കിലോമീറ്റർ ഫുള്ള് ഈ തടാകത്തിന് ചുറ്റും നക്ഷത്രം ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഒരു ഫസ്റ്റത്തെ ടൈമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ലൈൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം 2 ലൈൻ വെച്ചാൽ അതുകൊണ്ട് എത്ര നക്ഷത്രം ഉണ്ടോന്നും എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ എഴുതിയും വെച്ചിട്ടില്ല, ചിലപ്പോൾ ഇട്ടവർക്ക് പോലും കണക്കുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഒരു ദിവസം വരിക, എൻജോയ് ചെയ്യുക, അടിപൊളി സ്ഥലം ഉണ്ടോ. അതായത് ഇനി 31-ാം തീയതി വരെ ഉണ്ടാവുള്ളൂ. അന്ന് നമ്മൾ പപ്പാജിനെ കത്തിച്ച് ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാം പാക്കപ്പായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് വരാൻ നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.